നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ആയത് കാരണം ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ സംശയങ്ങൾക്ക് ഉൾപ്പെടുത്തിയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലെങ്ത് അത്രയും കൂടിപ്പോയത്. പരാതികളിൽ കൂടുതലും വേറെ വേരിയേഷൻ ഒന്നും കാണിക്കേണ്ട, ഗെയിം മാത്രം കാണിച്ചാൽ മതി എന്നായിരുന്നു. ഇതേ അഭിപ്രായം മുമ്പും വന്നിട്ടുണ്ട്. അതിനൊരു പരിഹാരമായി നമ്മൾ ഗെയിമുകൾ മാത്രം കാണിക്കുന്നതിനായിട്ട് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും എല്ലാ ഗെയിമും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഗെയിം മാത്രം കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആ സമയത്ത് നമ്മുടെ ചാനൽ കാണിക്കും. അതിൽ നോക്കിയാൽ ഗെയിം മാത്രം കാണാൻ താല്പര്യമുള്ളവർക്ക് ഗെയിം മാത്രം കാണാം. എന്തായാലും നമുക്കിന്ന് വേഗത്തിൽ ട്രാപ്പിലായ ഒരു ഗെയിം നോക്കാം. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1926 ഓസ്കാർ ബാൽക്കും റിച്ചാർഡ് ജെയിംസും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ബാൾക്ക് വൈറ്റ് സൈഡും ജെയിംസ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഗെയിമാണ്. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 നൈറ്റ്സ് ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ലിവർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G5 കൊണ്ടുവന്ന് നൈറ്റ് ഉപയോഗിച്ചും ബിഷപ്പ് ഉപയോഗിച്ചും F7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. D5 മുതലുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിനെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെയാണ് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ക്വീൻ ഉപയോഗിച്ചും നൈറ്റ് ഉപയോഗിച്ചും ആ പോണിനെതിരെ അറ്റാക്ക് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ആ പോണിനെ ഇട്ടെടുക്കുന്നതിലാണ് വൈറ്റിന് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഫ്രൈഡ് ലിവർ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റിനെതിരെ അറ്റാക്കും ഉണ്ട്. ബ്ലാക്കിനിവിടെ പ്രധാനമായും 3 രീതിയിൽ പ്രതികരിക്കാം. ഒന്നുകിൽ B5 മുതലുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാം. ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റാണ്. നൈറ്റിനെ A5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഈ വേരിയേഷൻ പൊളേരിയോ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണ്. വൈറ്റ് ബിഷപ്പിനെ B5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെയും വൈറ്റ് പോണുപയോഗിച്ച് പോണെടുക്കുന്നു. ബ്ലാക്ക് പോണുപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ഈ ഒരു ഡയഗണലിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ A4 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും വൈറ്റിന് നൈറ്റിന് F7 ഒരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ നൈറ്റിനെ വേഗം തന്നെ അവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ഈ അറ്റാക്കുള്ള പോണിന് സപ്പോർട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം E4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഒരു സ്ട്രോങ് മൂവാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ വൈറ്റിൻ്റെ നൈറ്റിന് G1 തന്നെ തിരിച്ചു പോകേണ്ടി വരും. അല്ലാതെ സേഫായിട്ട് പോകാൻ 2 സ്കോറുകളുണ്ടെങ്കിലും ആ 2 സ്കോറിലേക്ക് പോയാലും വളരെ വേഗത്തിൽ ആ നൈറ്റ് ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ തിരിച്ചുകൊണ്ടുപോയാണ് നൈറ്റിനെ G1 തന്നെ തിരിച്ചുകൊണ്ട് പോകുന്നു. അല്ലാതെ നൈറ്റ് ഇപ്പോൾ ഈ 2 സ്കോറിലേക്ക് പോയാൽ എന്താണ് പ്രശ്നം നോക്കാം. ആ വേരിയേഷൻ കാണാൻ താല്പര്യമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത ശേഷം തുടർന്ന് കാണുക. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും G1 കൊണ്ടുവന്നതിന് പകരം E5 മൂവ് ചെയ്തിരുന്നതെങ്കിൽ ക്വീൻ D4 വന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് C6 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക് കൊടുത്താലും ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ എടുക്കുക. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്താലും ക്വീൻ D5 C5 ഒന്ന് ആ നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നതോടെ ആ നൈറ്റ് വീണ്ടും ട്രാപ്പിലാവും. അല്ലാതെ ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിനെതിരെ അറ്റാക്ക് വരുമ്പോൾ നൈറ്റ് H5 മൂവ് ചെയ്താലും G5 മൂവ് കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ഇപ്പോഴും നൈറ്റിന് സേഫായിട്ട് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. ഇങ്ങനൊരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോൺ ബേഴ്സ് അറ്റാക്ക് വന്നപ്പോൾ വൈറ്റ് നൈറ്റിനെ വേറെ അങ്ങോട്ടെങ്കിലും മാറ്റാതെ G1 തന്നെ തിരിച്ചുകൊണ്ടുവന്നത്. നമുക്കിനി ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ബ്ലാക്ക് കാസലിങ്ങിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D6 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിൻ്റെ ഈ അപകടകാരിയായിട്ടുള്ള പോണിനെ വളരെ വേഗം ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D3 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ പോണിനിപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം കാസലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. പോൺ ഉപയോഗിച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ E4 ഉണ്ടായിരുന്ന പോൺ അവിടുന്ന് ഒഴിവായതുകൊണ്ട് തന്നെ വൈറ്റിന് വേണമെങ്കിൽ നൈറ്റിനെ F3 കൊണ്ടുവരാം.
എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ A6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് F1ലേക്കുള്ള കൺട്രോൾ ബ്ലോക്ക് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗിന് ശ്രമിക്കുന്നതായിരുന്നു വൈറ്റിന് നല്ല മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനിനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ക്വീൻസിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം C3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഇനി ക്വീനിനെ C2ലേക്ക് കൊണ്ടുവന്നാൽ ഒരേ സമയം കാസ്റ്റിങ്ങിനുള്ള അവസരമാകും. അതുപോലെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 പീസ് ഉപയോഗിച്ച് അറ്റാക്ക് കൊടുക്കാനും കഴിയും. ആ ഒരു ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഇവിടെ കളിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു അവസരം ബ്ലാക്ക് വൈറ്റിന് കൊടുക്കുന്നില്ല. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഏകദേശം പീസുകളും അറ്റാക്കിന് റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാക്രിഫൈസിലൂടെയാണ് ബ്ലാക്ക് ഇവിടെ അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം നൈറ്റ് ഉപയോഗിച്ച് C3യിലെ പോയിന്റ് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മൂവിൽ തന്നെ അടുത്തൊരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ 2 സ്ക്വയറിലേക്കും കൺട്രോൾ ഉള്ളതുകൊണ്ട് വൈറ്റിന് ഈ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. പോൺ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ അടുത്തൊരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ G3യിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്ത് വേറെ വഴിയില്ല, അതുകൊണ്ട് അതും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ക്വീൻ ഉപയോഗിച്ച് G3യിലെ പോണിട്ട് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആകുമായിരുന്നു. ഈ ഒരു ചെക്ക്മേറ്റിന് വേണ്ടിയാണ് ബ്ലാക്ക് ഇവിടെ 3 പീസുകളെ സാക്രിഫൈസ് ചെയ്തത്. ഇത്തരം ചെക്ക്മേറ്റുകൾക്ക് ബോർഡ് ആൻഡ് സ്മേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബോർഡ് ആൻഡ് സ്മേറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ക്രീനിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.